വിധി പ്രസ്താവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽസ് ഇപ്പോൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ എന്നറിയാം. എന്നിരുന്നാലും 15 ലക്ഷം രൂപ അമ്മാവൻ ജോ സുന്ദരത്തിന് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ശിക്ഷാവിധിയിലെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഓരോ കുറ്റകൃത്യങ്ങൾ അത് പ്രത്യേകം എടുത്താണോ? എങ്ങനെയാണ് ഈ ശിക്ഷാവിധിയെ ആകെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പ്രവിധ അല്പസമയത്തുള്ളിൽ ഈ കേസിന്റെ പ്രോസിക്യൂട്ടറായിരുന്ന ദിലീപ് സത്യൻ നമുക്കൊപ്പം ചേരും. അദ്ദേഹം ആ ശിക്ഷാവിധിയെക്കുറിച്ച്, പ്രോസിക്യൂഷന്റെ ഇക്കാര്യത്തിലെ നിലപാടുകളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യും. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് മാതൃകാപരമായ ഒരു ശിക്ഷ എന്നതിന് പറയുന്നത് ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കുന്നതിന് മുൻപ് മറ്റ് കുറ്റകൃത്യങ്ങൾക്ക് അദ്ദേഹത്തിന് ചില കുറച്ച് വർഷങ്ങൾ അദ്ദേഹം 12 വർഷത്തോളം അദ്ദേഹം ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള വിചാരണഘട്ടത്തിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള പ്രതിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇയാൾക്ക് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതിന് ശേഷമാണ് ട്രയൽ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പല ഘട്ടങ്ങളിൽ ഇതിന് മുൻപ്, അതായത് പ്രതി കസ്റ്റഡിയിലിരിക്കുന്ന സമയത്തടക്കം വളരെ പ്രധാനപ്പെട്ട ചില ശാസ്ത്രീയ മാനസികാരോഗ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ആ പരിശോധനയിലടക്കം ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ല, അതായത് ഈ കുറ്റകൃത്യത്തിന് മുൻപോ ശേഷമോ മാനസിക പ്രശ്നങ്ങളില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ഈ വിഷയത്തിലെ പോലീസിന്റെ ഈ വിഷയത്തിലെ കണ്ടെത്തലും പോലീസിന് സ്ഥിരീകരിച്ച് ലഭിച്ച മെഡിക്കൽ റിപ്പോർട്ടുകളും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ മെഡിക്കൽ ബോർഡിൻ്റെ അനുമതിയോടുകൂടി ട്രയൽ അടക്കമുള്ള കാര്യങ്ങൾ കോടതി ആരംഭിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴൊക്കെ പ്രതിഭാഗം ആവർത്തിച്ച് പറഞ്ഞ ആ മാനസിക ബുദ്ധിമുട്ട്, അത് ഈ കൊലപാതകത്തിൻ്റെ ആസൂത്രണം, അതേപോലെ തന്നെ കൊലപാതകം നടത്തിയ രീതി, അതിനുവേണ്ടി പ്രതി നടത്തിയ മുന്നൊരുക്കങ്ങൾ, കൊലപാതക ശേഷം പ്രതി രക്ഷപ്പെടാൻ കാണിച്ച ചില ശ്രമങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ നറേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വിചാരണ ഘട്ടത്തിൽ ആ വാദങ്ങളെയൊക്കെ പൊളിച്ചത്. പ്രത്യേകിച്ച് ഇയാൾ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ, അതായത് 2017 ഏപ്രിൽ 8 രാത്രി ഇയാൾ ഈ തീ പടർന്ന് ഇതൊക്കെ പുറത്തറിഞ്ഞ് ഈ കൂട്ടക്കൊലപാതക വിവരം പുറത്തറിഞ്ഞ് ഇയാൾ ചെന്നൈയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവേ ഇയാൾ കയ്യിൽ കരുതിയിരിക്കുന്ന സാധനങ്ങളടക്കം ഇയാൾ ഏതെങ്കിലും തരത്തിൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ള ആളാണ് എന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം ഉണ്ടായത്. ഏതായാലും അതടക്കം വലിയ തരത്തിൽ കോടതിയിൽ ചർച്ചയായിരുന്നു, വിചാരണഘട്ടത്തിൽ ചർച്ചയായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ അതിനെയൊക്കെ കൗണ്ടർ ചെയ്ത ദിലീപ് ഉറത്തുണ്ട്. നമ്മുടെ പ്രോസിക്യൂട്ടറായിട്ടുള്ള ദിലീപ് സത്യൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതിൽ ഏറ്റവും സുപ്രധാനം, നമ്മുടെ വിചാരണഘട്ടത്തിലടക്കം നമ്മൾ ഉന്നയിക്കുന്നു പ്രതിക്ക് മാനസിക ബുദ്ധിമുട്ടുകളില്ല, തെളിവുകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ശിക്ഷാവിധിയുടെ അവസാന ഘട്ടത്തിൽ പ്രതിഭാഗം പറയുന്നുണ്ട് പ്രതിക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ആകെയുള്ളതൊരു വെള്ളപ്പേപ്പർ മാത്രമാണെന്ന്. അത് ഏതെങ്കിലും തരത്തിൽ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടോ? അല്ല, നമ്മൾ ഇതിനകത്ത് ആ ഒരു ലീഗൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൺസിഡർ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളിൽ ഒരിടത്തും തന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതിക്ക് ആ കൃത്യം ചെയ്യുന്ന കാലയളവിൽ ഏതെങ്കിലും സമയത്ത് മാനസിക പ്രശ്നമുള്ളതായിട്ട് ട്രീറ്റ്മെൻറ്റുള്ളതായിട്ട് വന്നിട്ടില്ല. പ്രതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരിടത്തും തന്നെ ആ കൃത്യം നടന്ന സമയത്ത് ട്രീറ്റ്മെൻ്റ് ഉള്ളതായിട്ടോ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക പ്രശ്നമായിട്ടുള്ള വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടുള്ളതെല്ലാം ഇദ്ദേഹത്തിന് സബ്സിക്വൻ്റ് ആയിട്ടും ഇപ്പോൾ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ മാനസിക പ്രശ്നത്തിൽ ചികിത്സയിലിരിക്കുന്ന ഒരാളെന്നുള്ളത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ശിക്ഷാവിധിയെ പ്രോസിക്യൂഷൻ, കാരണം ഇതൊരു പ്രത്യേക റയറസ്റ്റ് ഓഫ് റയർസ് ഡിവിഷനിൽ വരുന്ന കേസായിരുന്നു. അതിനപ്പുറത്തേക്ക് തെളിവ് ശേഖരണത്തിലടക്കം വലിയ മുന്നോട്ട് പോകാൻ പോലീസിന് കഴിഞ്ഞു. അങ്ങനെ വലിയ അനുകൂല ഘടകങ്ങളുണ്ടായിരുന്നു. ശിക്ഷാവിധി എങ്ങനെയാണ് പ്രോസിക്യൂഷൻ മൊത്തമായി കാണുന്നത്? അല്ല, ഇപ്പം ഒരാളുടെ ജീവൻ എടുക്കണമെന്ന് തന്നെ ചിന്തിക്കുന്നത് നമ്മൾ ശരിയല്ല, അത് ശരിയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ എടുക്കുന്നതിന് ഇപ്പം ഒരു ക്രിമിനൽ ആക്ട് ചെയ്യുന്നതും ഒരു കോടതി അതേ രീതിയിൽ ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ പെരുമാറണമെന്നല്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്ത് ആ ഒരു ലൈഫ് ഇംപ്രിസൺമെൻറ്റ് എപ്പോഴാണോ സഫീഷ്യൻ്റ് അല്ല എന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാവൂ. ഇത് തന്നെയാണ് എത്രയോ സുപ്രീം കോടതി ഡിസിഷനിലും പറഞ്ഞിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റും പ്രോസിക്യൂഷന് സാറ്റിസ്ഫാക്ഷൻ വരുന്നതിൻ്റെ മെയിൻ കാരണം ഈ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ഈ മറ്റേ 436-ൻ്റെയും 201-ൻ്റെയും 7, 5, 12 വർഷത്തിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു വ്യൂ ആയിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അമ്മ, അച്ഛൻ, സഹോദരി, സ്വന്തം ബന്ധു, ആശ്രിതരായി ജീവിച്ചൊരു ബന്ധു, അപ്പോൾ ഇവരെ കൊലപ്പെടുത്തിയത് കോൾഡ് ക്രൂവലാണ്, അതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും പ്രതി തിരിച്ച് സമൂഹത്തിലേക്ക് വരില്ല എന്ന് ഈ വിധി കൊണ്ട് ഉറപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ അതിൽ പറഞ്ഞത് റെമിഷനോ കമ്മിറ്റേഷനോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകത്തിടത്തോളം കാലം ഈ പ്രതി തിരിച്ച് സമൂഹത്തിലേക്ക് എത്തത്തില്ല. ശിക്ഷാവിധിയിലെ നമ്മുടെ പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട വാദം പരമാവധി ശിക്ഷ. സ്വാഭാവികമായി കോടതിയുടെ ഡിസ്ക്രിമിനേഷനാണ്. കോടതി പല കാര്യങ്ങളും ഒക്കെ പരിഗണിക്കും. ആസ് എ ഫോൾ പോലീസിൻ്റെ അന്വേഷണം അത് എത്രത്തോളം സഹായമായി നമുക്ക് കേസിന്? അല്ല, ഇതിനകത്ത് ഇപ്പോൾ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞതും
ഈ നമ്മുടെ ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയതും ഒക്കുലർ എവിഡൻസും ഡോക്യുമെൻ്ററി എവിഡൻസും മറ്റ് മെറ്റീരിയൽ ഒബ്ജക്ഷൻ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ആ പ്രതി ഫൗണ്ട് ഗിൽറ്റി എന്ന് വന്നത് തന്നെ അത് പ്രോസിക്യൂഷൻ്റെ വിജയം തന്നെയാണ്. പ്രോസിക്യൂഷൻ്റെ അല്ല, നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അവരുടെ വിജയം തന്നെയായിട്ടാണ് കാണുന്നത്. 12 ലക്ഷം രൂപ ഫൈൻ എമൗണ്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത്ര വലിയൊരു എമൗണ്ട് ഒക്കെ വരിക വളരെ ചുരുക്കം ചില സംഭവങ്ങളൊക്കെ മാത്രമാണ്. അതെങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുക? അതെങ്ങനെ ഒന്നാം സാക്ഷിക്ക് മാത്രം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജോസിന് മാത്രം, ജോസ് എന്ന് പറഞ്ഞാൽ ഒന്നാം സാക്ഷിക്ക് മാത്രം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് ഡിപ്പെൻഡന്റ് ആയിരുന്നു. കാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ കേതലിൻ്റെ അമ്മയ്ക്ക് എഴുതി കൊടുക്കുകയും അതിൽ നിന്ന് 50,000 രൂപ വെച്ച് മാസം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കോമ്പൻസേഷൻ തീർച്ചയായിട്ടും ജോസിൻ്റെ ഒന്നാം സാക്ഷി ജോസിൻ്റെ കയ്യിലേക്കാണ് പോകുന്നത്. കരിയറിൽ ഏറ്റവും ചലഞ്ചിങ് ആയ കേസായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകൾ വിചാരണ വളരെ വേഗം പൂർത്തിയായി. കുറേ നാളിന് ശേഷം വിചാരണ വേഗം വളരെ പൂർത്തിയായി. കേസിനെ എങ്ങനെ മൊത്തത്തിൽ കാണുന്നുണ്ട്? തീർച്ചയായിട്ടും ചലഞ്ചിങ് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ ഏതൊരു ക്രിമിനൽ ലോയറിനും അത് പ്രോസിക്യൂഷൻ ആയാലും ഡിഫൻസ് ആയാലും അത് വളരെ ചലഞ്ചിങ് ആണ്. എസ്പെഷ്യലി പ്രോസിക്യൂഷൻ വരുന്ന സമയത്ത് ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ ഡിഫൻസിന് വളരെ എളുപ്പമാണ്. ആ അന്വേഷണത്തിൽ ഏതെങ്കിലും ഒരു പാവപ്പിഴ, ഏതെങ്കിലും ഒരു ചെറിയ സൈഡിൽ മറ്റൊരാളുടെ തേർഡ് പേഴ്സൺ ഇൻ്റർവെൻഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി. ആ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് പറഞ്ഞത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ജഡ്ജാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അക്യൂറ്റിൽ വരണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിനെ ബേസ് ചെയ്തൊരു പ്രോസിക്യൂഷൻ കേസ് സക്സസ് ആകുന്നത് വളരെ ചലഞ്ചിങ് ചോദ്യം കൂടി. അതായത് കേരളം മുഴുവൻ ചർച്ചയായ ഒരു കേസാണ്. വളരെ ക്രൂവൽറ്റിയാണ് കാണിച്ചത്. ഈ പ്രതി ഏതെങ്കിലും തരത്തിൽ റിഹാബിലിറ്റേറ്റിനൊരു സാധ്യത അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ നിലവിലത്തെ മാനസികാരോഗ്യം വെച്ച് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ? അല്ല, അങ്ങനെ ഇയാളെ തിരിച്ച് സമൂഹത്തിലേക്ക് തിരിച്ചു വന്ന് ഇയാൾ അങ്ങനെ ഒരു നല്ല മനുഷ്യനായി മാറും എന്നൊരു കോടതിക്കൊരു തോന്നൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ 436-നുള്ള 7 വർഷവും അതിനുശേഷമുള്ള 5 വർഷം കൺസിക്യൂട്ടീവായിട്ട് പോകണമെന്ന് ഒരിക്കലും പറയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ സെൻറ്റൻസും ഷാൾ റൺ കൺകറൻ്റ്ലി എന്ന് പറഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞിട്ട് കേരള വെളിയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു വിധി വരണമായിരുന്നു. പക്ഷേ ഇവിടെ കോടതിയുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലില്ലാത്തതുകൊണ്ടാണ് ഈ വിചിത്രമായ രീതിയിലൊരു വിധിന്യായം കോടതി പുറപ്പെടുവിച്ചത്. തീർച്ചയായിട്ടും അതിൽ ഹാപ്പിയാണ്. എന്തായാലും വളരെയധികം നന്ദി. ഇപ്പോൾ ദിലീപ് സത്യനാണ് സംസാരിച്ചത്. അദ്ദേഹം ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ പരമാവധി പോലീസ് കളക്ട് ചെയ്ത എവിഡൻസുകൾ, ആ എവിഡൻസുകൾ ഒരു നൂല് പോലെ ഇങ്ങനെ കോർത്തെടുത്ത് കോടതിയിൽ പ്രസന്റ് ചെയ്ത ആസൂത്രണം, പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ച ശ്രമങ്ങൾ, പ്രതി പറഞ്ഞ നുണക്കഥകൾ, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയപ്പെടുന്ന വലിയ കള്ളം, അതൊക്കെ പൊളിക്കാൻ ദിലീപ് സത്യൻ എന്ന് പറയപ്പെടുന്ന പ്രോസിക്യൂട്ടറും ഡിനിൽ JK എന്ന് പറയപ്പെടുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും മികവ് തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ വെളിവായിരിക്കുന്നത്. നന്ദൻകോട് കൂട്ടക്കൊലപാതകം 8 വർഷം മുൻപ് നടന്ന കൊലപാതകമാണ്. അതിലാണ് ഇപ്പോൾ കേതൽ എന്ന ആ ഒരേ ഒരു പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. എല്ലാ ശിക്ഷയും കൂടി 26 വർഷത്തോളമാണ് ജയിലിൽ കേതൽ കിടക്കേണ്ടി വരിക. ഒപ്പം തന്നെ 15 ലക്ഷം രൂപ പിഴയും ഒടുക്കണം എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ കോടതി വിധിച്ചിരിക്കുന്നത്.